40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവർ നടത്തുന്ന ആ റെക്കമെൻഡ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ ഈ മയ്യത്തിന്, നീ കാരുണ്യം ചെയ്യണേ ഈ മയ്യത്തിന്, വഅഫു അൻഹു, ഈ മയ്യത്തിന് നീ മാപ്പ് കൊടുക്കണേ, വഅക്രിം നുസുലഹു, ഈ മയ്യത്ത് നിന്നിലേക്ക് വരുമ്പോൾ ആ മയ്യത്തിന് നൽകുന്ന സൽക്കാരം അത് ആദരപൂർവമാക്കി കൊടുക്കണേ, വസ്സഅമദ്ഖലഹു, അദ്ദേഹത്തെ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം നീ വിശാലമാക്കണേ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നീണ്ട ദുആ നടത്താറുണ്ട്. വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിൻ്റെ ഈ ഭൂമി ലോകത്തുള്ള വീട്ടിനേക്കാൾ എത്രയോ നല്ല വീട് നീ അദ്ദേഹത്തിന് പകരം കൊടുക്കണേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ നീ അദ്ദേഹത്തിന് പകരം കൊടുക്കണേ എന്നൊക്കെ ദുആ ചെയ്യാറുണ്ട്. മുതഅല്ലിമായിരുന്ന കാലത്ത് എനിക്ക് അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ബാപ്പ മരിച്ചു പോയിട്ട് മകൻ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഉമ്മാനെ കൊടുക്കണ്ടെന്നാണോ ദുആ ചെയ്യുന്നത്? എൻ്റെ ഉമ്മയേക്കാൾ നല്ല ഒരു ഭാര്യയെ കൊടുക്കണം എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ ബാഹ്യമായ അർത്ഥം. അതുകൊണ്ട് എനിക്ക് മുതഅല്ലിമായിരുന്ന കാലത്ത് അതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സംശയമുള്ളതുകൊണ്ട് ഞാൻ ദ്വാരക്കാതിരുന്നിട്ടില്ല. കാരണം എന്നെക്കാളൊക്കെ വലിയ വിവരമുള്ള ആളുകൾ ദ്വാരക്കുന്നില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ സംശയം ഞാൻ തീർക്കേണ്ടതാണ് എന്നല്ലാതെ ഞാൻ ആ പണി നിർത്തിവെക്കാൻ പാടില്ലല്ലോ. കാരണം എന്നെക്കാളൊക്കെ അറിവും വിവരവും ചിന്തയുമുള്ള ആളുകൾ ചെയ്തു വന്ന ഒരു കാര്യത്തെ എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് എനിക്കതിൻ്റെ മറുപടി കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ മാറ്റിവെക്കുക എന്നത് ഒരിക്കലും ശരിയായ രീതി അല്ലല്ലോ. എവിടെയും എപ്പോഴും മുതഅല്ലിമീങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ ചിന്ത ഉണ്ടാകാം. നമുക്കൊരു വിഷയത്തിൻ്റെ മറുപടി ലഭിച്ചില്ല എന്നതുകൊണ്ടോ ഒരു വിഷയത്തിൻ്റെ തെളിവ് കിട്ടിയില്ല എന്നതുകൊണ്ടോ നമ്മളത് മാറ്റിവെച്ചിട്ടല്ല പഠിക്കാൻ പോകേണ്ടത്, അത് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ പോകേണ്ടത്. കാരണം മുമ്പേ നമ്മളെക്കാളൊക്കെ വിവരമുള്ള ആളുകൾ ചെയ്തു വന്ന ഒരു കാര്യം അതൊരിക്കലും മാറ്റിവെക്കേണ്ട കാര്യമല്ല, അത് തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമാണ്. പിന്നെ നമുക്കുള്ള സംശയം നമ്മൾ ചോദിച്ച് തീർക്കേണ്ടതാണ്. പിൽക്കാലത്ത് മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുകൾ മുതഅല ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ മറുപടി കിതാബുകളിൽ കണ്ടു. അതിനർത്ഥം സ്വന്തം ഈ ഭൂമിലോകത്തുണ്ടായിരുന്ന ഭാര്യയെ കൊടുക്കാതെ വേറെ ആളെ കൊടുത്ത് മാറ്റിക്കളയണം എന്നല്ല, മറിച്ച് അബ്ദുൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി എന്ന് പറഞ്ഞതിന് ശേഷം സൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പെണ്ണാകുമ്പോഴും നമ്മൾ ആ ദുആ നടത്തും. കാരണം സൗജി എന്ന വാക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വാചകമാണ്. ജോഡി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭാര്യക്കും പറയും ഭർത്താവിനും പറയും സൗജ്. അപ്പൊ സൗജൻ ഖൈറൻ മിൻ സൗജിഹാ, അവളുടെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ കൊടുക്കണേ എന്ന് പറയുമ്പോ എൻ്റെ ബാപ്പാക്ക് ഉമ്മാനെ കൊടുക്കരുത് എന്നാണോ എന്നും സംശയിക്കേണ്ടതില്ല. അതിൻ്റെ ഉദ്ദേശം ഇമാമിങ്ങൾ പറഞ്ഞു, ഈ ഭാര്യയെ തന്നെ ഈ ഭർത്താവിനെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ അല്ലാതെ വളരെ ഉന്നതമായ അവസ്ഥയിലാക്കി മാറ്റിക്കൊടുക്കണേ എന്നാണ് പറയുന്നതിന് അർത്ഥം. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. ഞാൻ പഴയ കാലത്ത് മഞ്ചേശ്വരത്ത് വേദ പറയാൻ വരുമ്പോൾ, മദ്ഹറിൽ തന്നെ വേദ പറയാൻ വരുമ്പോൾ എൻ്റെ താടിയൊക്കെ കറുത്ത രോമങ്ങളാണ്. ഇപ്പൊ കറുത്തതുണ്ടോ എന്നുള്ളത് കണ്ണട വെച്ച് നോക്കണം, മാറ്റം വന്നുപോയി. ഇപ്പോ ഇടക്കെങ്ങാനും ഒരു കറുത്ത രോമം എൻ്റെ മുഖത്ത് കാണണം എന്ന് വിചാരിച്ചാൽ അതിന് പഴയ പാസ്പോർട്ട് എടുത്ത് നോക്കലാണ് നല്ലത്. അതിൻ്റെ പേജിൽ പഴയ പാസ്പോർട്ടിൻ്റെ ചിത്രത്തിൽ ചിലപ്പോൾ
കറുത്ത ഫോട്ടോ കണ്ടേക്കാം, മാറ്റം വന്നു. അതുപോലെ ഏതൊരു വ്യക്തിക്കും അവന്റെ ശാരീരികമായ ആരോഗ്യം അത് ഈ ഭൂമി ലോകത്ത് തകർന്നു പോകുന്നതാണ്. അതുപോലെ ഭംഗി തകർന്നു പോകുന്നതാണ്. പലർക്കും പലപ്പോഴും ജലദോഷമാണ്. ജലത്തിൻ്റെ ദോഷമല്ല, നമ്മളെ ദോഷമാണ്. അതിന് പേര് ജലദോഷം എന്നാണ്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ജലദോഷം, വേറെ ചിലർക്ക് ചുമ, കൊര, വേറെ ചിലർക്ക് സുബ്ഹാനല്ലാഹ് ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യൻ്റെ കൂർക്കം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ചിലർക്ക് ഭർത്താവിൻ്റെ കൂർക്കം വലി കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പലതും ന്യൂനതകളാണ് ഈ ഭൂമി ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും. ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, മുസ്ലിയാരായാലും ശരി, അല്ലാത്ത ആളായാലും ശരി, പണക്കാരനായാലും ശരി, എല്ലാവർക്കും നൂറ് ന്യൂനതകളാണ്, പോരായ്മകളാണ്. അതുപോലെ രോഗവും ബുദ്ധിമുട്ടും വിഷമങ്ങളുമാണ്. അതാണ് ഈ ഭൂമി ലോകത്തിലുള്ള അവസ്ഥ. അങ്ങനെയൊന്നുമില്ലാതെ, ഒരിക്കലും പ്രായം വർദ്ധിക്കാതെ, ഒരിക്കലും ഭംഗി നഷ്ടപ്പെട്ടു പോകാതെ, ഒരിക്കലും ഒരു ആർത്തവരക്തമുള്ള സ്ത്രീയാകാതെ, ഒരിക്കലും പ്രസവരക്തമുള്ള സ്ത്രീയാകാതെ, ഒരിക്കലും ചുമയോ കൊരയോ ജലദോഷമോ പനിയോ തലവേദനയോ ഊരവേദനയോ മുട്ടുവേദനയോ അങ്ങനത്തെ യാതൊന്നുമില്ലാതെ ഏറ്റവും പരിപൂർണമായ വിധം, ഏറ്റവും ഭംഗിയുള്ള വിധം, ഏറ്റവും സംശുദ്ധമായ വിധം എൻ്റെ ബാപ്പക്ക് എൻ്റെ ഉമ്മയെ തന്നെ ഭാര്യയാക്കി കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് എൻ്റെ ബാപ്പയെ തന്നെ ഭർത്താവാക്കി കൊടുക്കണേ എന്നാണ് ആ പറയുന്നതിൻ്റെ ഒരു സാരം. അല്ലാതെ എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള വീടിന് പകരം വേറെ വീട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇവിടെയുള്ള വീട് പോലത്തെ ഒരു ചോരുന്ന വീട്, അല്ലെങ്കിൽ പെയിന്റ് ഇളകി പോകുന്ന വീട്, അല്ലെങ്കിൽ ഖറാബായി പോകുന്ന വീട്, ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല പെയിന്റൊക്കെ ഇട്ട് പുതിയതാണെങ്കിൽ നമ്മളെ കുട്ടികൾ തന്നെ പോയിട്ട് വരഞ്ഞിട്ടാലൊട്ടാകെ വര വീഴുന്ന വീട്, അങ്ങനെയുള്ള ഒരു വീട് അല്ല. അതേ സമയത്ത് അത് വേറെ വീടാണ്, സ്വർഗ വീടാണ്, അത് വേറെ തന്നെയാണ്. ആ അർത്ഥമല്ല ഇവിടെ എന്ന് പറയുമ്പോൾ അർത്ഥം ഇവിടെയുള്ള ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ തന്നെ ഇവിടെയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ഏറ്റവും ഭംഗിയും ഏറ്റവും ആരോഗ്യവും ഏറ്റവും സന്തോഷവും സംശുദ്ധിയുമുള്ള ഇണയായി കൊടുക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനത് ഇടയ്ക്ക് ഞാൻ ചെറിയ മുത്തഅല്ലിമായിരുന്ന കാലത്ത് എനിക്ക് സംശയം ഉണ്ടായതുപോലെ നമ്മളെ ചെറിയ മുത്തഅല്ലിമിക്ക് കുറച്ചൊക്കെ അറബി ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അത് ആർക്കും ഒരു സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടെന്നൊന്ന് പറഞ്ഞതാ. പിന്നെ തീരെ പഠിക്കാത്തവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവില്ല, കാരണം അതിൻ്റെ അർത്ഥം അറിയില്ലേ, പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അവരങ്ങനെ ചൊല്ലിയും കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരു മയ്യത്തിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആള് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോ അവിടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, അല്ലാഹുവിന് ഹംദ് ചൊല്ലണം, അത് ആവശ്യമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്നെങ്കിലും പറഞ്ഞുകൊണ്ടാണ് നാം സലാത്ത് ചൊല്ലേണ്ടത്. സലാത്ത് കഴിഞ്ഞിട്ടാണ് തക്ബീറിന് ശേഷം ദുആ നടത്തുന്നത്. ഏത് ദുആക്കും ഹംദിനെ മുന്തിക്കുക, അല്ലാഹുവിനെ പുകഴ്ത്തലിനെ മുന്തിക്കുക, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്തിനെ മുന്തിക്കുക എന്നത് ആവശ്യമാണ്. സലാത്ത് ചൊല്ലുമ്പോഴെല്ലാം സലാത്തിന്റെ കൂടെ സലാമും കൂടി ചൊല്ലണം എന്നാണ് നിയമം. നമ്മളെ പല മുഅദ്ദിനീങ്ങളും ബാങ്ക് കൊടുക്കുന്ന പലരും ബാങ്ക് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ട് ഇഖാമത്തിന്റെ വാചകം പറയുന്നത് കേൾക്കാറുണ്ട്. ആ സലാത്തിന്റെ കൂടെ ഒരു സലാമും കൂടി കൂടിച്ചേർത്തുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ അലിഹി വസല്ലിം എന്നോ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്
അങ്ങനെയോ പറഞ്ഞാലാണ് കൂടുതൽ ഉത്തമം. സലാത്തിന്റെ കൂടെ എപ്പോഴും സലാമും കൂടി കൊണ്ടുവരണം എന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ സംശയമുണ്ടാകും. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്താണ് നാം സാധാരണയായി മയ്യിത്ത് നിസ്കാരത്തിൽ ചൊല്ലാറുള്ളത്. അത് വലിയ പുണ്യമുള്ളതാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ പ്രത്യേകിച്ചും അത് നല്ലത് തന്നെയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന ഇബ്രാഹീമി സ്വലാത്ത്. ആ സ്വലാത്താണ് മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുക. നിസ്കാരത്തിലും നമ്മൾ അത് തന്നെയാണ് ചൊല്ലുന്നത്. ആ സലാത്തിൽ സലാമില്ലല്ലോ, സലാത്ത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാഹുമ്മ സല്ലി വസല്ലിം എന്ന് സല്ലിം എന്ന് പറയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സലാത്തും ചൊല്ലണം സലാമും ചൊല്ലണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സലാത്തിന്റെ കൂടെ സലാമും ഉണ്ടാകണം എന്നാണല്ലോ. അവിടെ സലാത്ത് ഇല്ലല്ലോ എന്ന ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ആ സംശയത്തിന് അവകാശമില്ല. നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്തും സലാമും നേരത്തെ നമ്മൾ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സലാം നേരത്തെ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിലെ സലാത്തിന് മുമ്പ് സലാം ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സലാത്തിന്റെ കൂടെ സലാം കാണാത്തത് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഹംദ് ചൊല്ലി സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്തിലും അവസാനം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് സലാം കൊണ്ടുവരുന്നത് പുണ്യമാണ്, നല്ലതാണ് എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം സാധാരണ നിലക്ക് മയ്യിത്ത് നിസ്കരിക്കുന്ന വിവരണങ്ങളിൽ ഇത് പറയാറില്ല, പലരും ചൊല്ലാറില്ല. അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഹംദും സലാത്തും ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ പുകഴ്ത്തി അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏതൊരു അപേക്ഷയും സമർപ്പിക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹംദും സലാത്തും വേണം. എന്താണ് അതറിയിക്കുന്നത്? അതറിയിക്കുന്നത് എന്താണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ, അല്ലാഹു മാത്രമാണ് അധികാരമുള്ളവൻ. അതൊക്കെ നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ, സർവ അധികാരമുള്ളവൻ അല്ലാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന്റെ അടുക്കലാണ് സർവാധികാരവും. ഇവിടെ വേറെ ആർക്കും ഒരധികാരവും യഥാർത്ഥത്തിൽ ഇല്ല. ബാഹ്യമായ ചില അധികാരങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് അത് ഓടിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സദസ്സ് നിയന്ത്രിക്കുന്ന അധ്യക്ഷന് അത് നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ പലർക്കും ബാഹ്യമായ ഭാഗികമായ അധികാരങ്ങളുണ്ട്. എന്നാൽ ശരിയായ അധികാരവും പരിപൂർണമായ അധികാരവും അത് അല്ലാഹുവിന് മാത്രമാണ്. ഏത് നിയന്ത്രിക്കുന്നവനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ഈ മൈക്ക്, ആ മൈക്കിന്റെ സൗണ്ട് നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ട്, അത് നിയന്ത്രിക്കുന്ന അതിന്റെ ആംപ്ലിഫയർ ഉണ്ട്. പക്ഷേ ആ ആംപ്ലിഫയറും അതിന്റെ ഓപ്പറേറ്ററും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഞാനിവിടേക്ക് വരുമ്പോൾ കയറി വന്ന ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിൻ നിയന്ത്രിക്കുന്ന അത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ ആ ട്രെയിനും ആ ഡ്രൈവറെയും നിയന്ത്രിക്കുന്നവനായി അള്ളാഹു ഉണ്ട്. ഏത്
പ്ലെയിന് ആര് ഓടിക്കുമ്പോഴും ആ പ്ലെയിന് നിയന്ത്രിക്കുന്ന പൈലറ്റ് ഉണ്ട്. ആ പൈലറ്റിനെയും ആ പൈലറ്റിന് സംരക്ഷണം നൽകുന്ന മലക്കുകളെയും ഇനി അത്തരത്തിലുള്ള ഒരു പൈലറ്റിന് സംരക്ഷണം നൽകുന്ന വല്ല മഹാത്മാക്കളുണ്ടെങ്കിൽ ആ മഹാത്മാക്കളെയും എല്ലാവരെയും നിയന്ത്രിക്കുന്ന സർവാധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പലർക്കും കാവൽ നൽകുന്നുണ്ട്. അങ്ങനെ ഹഫളത്ത് എന്ന് പറഞ്ഞ് കാവൽ നൽകാനായി തന്നെയുള്ള മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾക്കും കാവൽ നൽകുന്നവൻ, ആ മലക്കുകളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അവരുടെ മേലുമുള്ള അധികാരമുള്ളവൻ, സർവാധികാരിയും സർവാധിപത്യമുള്ളവനും അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അതാണ് സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇ. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കുക എന്ന മുഅ്ജിസത്ത് നൽകപ്പെട്ട വളരെ വലിയ മഹാനായ റസൂലാണ് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹയ്യത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് വഉബ്രിഉ ലക്മഹ വൽ-അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്. ഞാൻ കളിമണ്ണുകൊണ്ട് പക്ഷിയെ ഉണ്ടാക്കും, അങ്ങനെ പക്ഷിയെ രൂപപ്പെടുത്തും. അവിടെ നമുക്കറിയാം അന്നീ അഖ്ലുഖു ലക്കും മിനത്ത്-തീനി, അതിൻ്റെ നേരെ അർത്ഥം ബാഹ്യാർത്ഥം പടച്ചുണ്ടാക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പടച്ചവൻ ഒന്നേ ഉള്ളൂ, പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഖാലിഖ് ഒന്നേ ഉള്ളൂ. ഖാലിഖു കുല്ലി ശൈഇ, സർവ സൃഷ്ടികളെയും പടച്ചവനും പടക്കുന്നവനും അല്ലാഹുവാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമുണ്ട്. നമ്മുടെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കറിനിൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അബൂബക്കർ ഇബ്നു ഫൂറഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ച മഹാന്മാരായ സർവ്വ പണ്ഡിതന്മാരും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാമുൽ ഹറമൈനി മാത്രമല്ല, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂ ദാവൂദും നസായിയും ഇബ്നു മാജയും അതേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ലോകത്തുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും എല്ലാ ഹദീസ് പണ്ഡിതന്മാരും, ഇമാം റാസിയും അതുപോലെ തന്നെ ഇമാം തബരിയും, അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സമർഖന്ദിയും ഇമാം സയൂത്തിയും, അതുപോലെ തുടങ്ങിയിട്ട് ഏതെല്ലാം മുഫസ്സിരീകളുണ്ടോ മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും, അതുപോലെ സുഹൃത്തുക്കളെ ലോകത്ത് കഴിഞ്ഞു പോയ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ഇബ്നു അനസ്, അതേ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫുഖഹാക്കളും, അവരുടെ കാലത്തിന് മുമ്പും ശേഷവുമായി ജീവിച്ച എല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ്വ പണ്ഡിതന്മാരും അവരതാ ഉറച്ചു വിശ്വസിക്കുന്നു, ഖാലിഖുൽ അജ്സാമും ഖാലിഖുൽ അഫ്ആലും അല്ലാഹു ജല്ല ജലാലുഹു. എല്ലാ വസ്തുക്കളെയും എല്ലാ പ്രവർത്തനങ്ങളെയും പടക്കുന്നവൻ പടച്ചവൻ അല്ലാഹു മാത്രമാണ്. ഖാലിഖു കുല്ലി ശൈഇ. എൻ്റെ കൈ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഉയർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹു ആ ഉയർത്തലിനെ സൃഷ്ടിച്ചു തരികയാണ്. അവൻ സൃഷ്ടിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉസ്താദേ
ഞാനൊരാഴ്ചയായിട്ട് എൻ്റെ കൈ പൊങ്ങുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതെന്തേ, അയാൾക്ക് എന്താ പൊക്കിയാല്? പൊങ്ങുന്നില്ല. എന്താ പൊങ്ങാത്ത? അല്ലാഹു തആല പൊങ്ങലിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല. അയാൾ പൊക്കണമെന്ന് വിചാരിക്കാട്ടല്ല, പൊക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ആ സമയത്ത് അല്ലാഹു തആല പൊങ്ങുക എന്ന, പൊക്കിക്കൊടുക്കുക എന്ന ആ പ്രവൃത്തി അല്ലാഹു സൃഷ്ടിക്കാത്തതിനാൽ കൈ പൊങ്ങുന്നില്ല. ഇന്നലെ വരെ നടന്ന് നീങ്ങിയവൻ എൻ്റെ കാലുകൊണ്ട് ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കഴിവ് തരുന്നില്ല, അതുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് രോഗശമനത്തെ സൃഷ്ടിക്കുന്നില്ല, രോഗശമനത്തിന് നിമിത്തമായി പ്രവർത്തിക്കുന്നുണ്ട്. രോഗശമനത്തെ പടക്കുന്നവൻ അല്ലാഹുവാണ്. തീയതാ കരിക്കലിനെ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് തീ കരിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അല്ലാഹു തആല കരിക്കലിനെ സൃഷ്ടിച്ചാൽ കരിയുകയാണ്, അല്ലെങ്കിൽ കരിയൂല. വ്യാജനബിയായ അസ്വദുൽ അൻസിയുടെ കൊട്ടാരത്തിൽ ചെന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞേച്ച റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, അതേ തശ്ഹദു അന്നീ റസൂലുള്ളാഹ്, ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ, മാ അസ്മഉ, അത് പറയല് പിന്നെയല്ലേ, അത് ഞാൻ കേൾക്കുന്നില്ല, അത് ഞാൻ കേൾക്കുക തന്നെ ഇല്ല, എനിക്കത് കേട്ടുകൂടാ എന്ന് സധൈര്യം പറഞ്ഞ മഹാനായ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ട് കരിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചല്ലോ ആ അസ്വദുൽ അൻസി എന്ന് പറയുന്ന വ്യാജനബി. പക്ഷേ അബൂ മുസ്ലിമിൽ ഖൗലാനി തങ്ങളെ തീയിലിട്ടപ്പോ ഒരു രോമവും കരിഞ്ഞില്ല, ഒരു ഷർട്ടിന്റെ ഒരു ചെറിയ ഒരു നൂല് പോലും കത്തിയില്ല. അതിൻ്റെ ഉള്ളിൽ 2 റകഅത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. ആ നിലക്ക് യാതൊരു വിഷമവും അനുഭവിച്ചില്ല. കാരണം തീക്കിവിടെ കരിക്കാൻ കഴിവില്ല. അല്ലാഹു അപ്പപ്പോൾ കഴിവ് കൊടുത്താലല്ലാതെ തീക്ക് കരിക്കാൻ കഴിയൂല, കത്തിക്ക് മുറിക്കാൻ കഴിയൂല. മരുന്നിന് രോഗം സുഖപ്പെടുത്താൻ കഴിയൂല, നിമിത്തമായി പ്രവർത്തിക്കാനേ കഴിയൂ. എൻ്റെ കയ്യുയർന്നു കിട്ടാൻ വേണ്ടി നിമിത്തമായി ഉയർത്താനുള്ള പരിശ്രമം ഞാൻ നടത്തുന്നു. അപ്പോൾ അല്ലാഹു ആ ഉയർത്തലിനെ എനിക്ക് സൃഷ്ടിച്ച് തന്നാൽ ഞാൻ എൻ്റെ കൈ ഉയർത്തുന്നു എന്ന് ഞാൻ പറയും. വാസ്തവത്തിൽ ഉയർത്തി തന്നവൻ അല്ലാഹുവാണ്, എൻ്റെ കഴിവ് കൊണ്ട് അല്ല. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നു. ഈ പ്രസംഗിക്കാൻ എൻ്റെ മനസ്സിൽ ആശയങ്ങൾ ഇട്ട് തരേണ്ടവൻ അല്ലാഹുവാണ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രസംഗം സൃഷ്ടിച്ചു തരേണ്ടവൻ അല്ലാഹുവാണ്. എൻ്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാൽ സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ അടുത്തൊരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എനിക്കത്ര ഇഷ്ടപ്പെട്ട സ്വപ്നമല്ല. ഒരാൾ എൻ്റെ സമീപത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ അദ്ദേഹത്തെ വന്ന് എന്നെ ഇടിക്കാൻ നോക്കും, മറിച്ചവിടെ തള്ളിയിട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നു ഇതൊരു ശൈത്താനായിരിക്കും. ഞാൻ ഉടനെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ഉറക്കിൽ ശ്രമിക്കുകയാണ്. പക്ഷേ നാവ് കൊണ്ട് ഓതാൻ കഴിയുന്നില്ല. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓതാൻ കഴിഞ്ഞു. അതോടെ എൻ്റെ ഉറക്ക് തെളിഞ്ഞു പോയി. എന്തേ കാരണം? അല്ലാഹു ജല്ല ജലാലുഹു കഴിവ് തരാതെ നാവുള്ളത് കൊണ്ടും അതേപോലെ എനിക്ക് കാഴ്ചയുള്ളത് കൊണ്ടും ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല. അതുപോലെ നാവുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയണമെന്നില്ല. എല്ലാം റബ്ബിൽ നിന്നാണ്. കുല്ലും മിൻ ഇൻദില്ലാഹ് വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്.
സർവ വിഷയങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. പടച്ചവനല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹു അല്ലാതെ തടയുന്നവനില്ല, അല്ലാഹു അല്ലാതെ അധികാരമുള്ളവനില്ല. അതിങ്ങനെ പറഞ്ഞ് വലിയ വലിയ മഹാന്മാർ അതിങ്ങനെ പറഞ്ഞവര് പറഞ്ഞു, ലാ മൗജൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ ഉള്ളതിൽ പറയാനില്ല. യഥാർത്ഥത്തിൽ ഉള്ളവനായി പറയാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതെല്ലാം അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അവൻ നിലനിർത്തിയിട്ട് നിലനിന്ന് പോകുന്നതാണ്. അവനെ ആശ്രയിച്ചു കൊണ്ടുള്ളവരാണ്. അവന്റെ ആശ്രയമില്ലാതെ ഒരു സെക്കൻഡും ഒരാൾക്കും നിലനിൽപ്പില്ല, ഒരു കഴിവും ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ്. ആ സർവാധികാരിയായ, സർവത്തിന്റെയും അധിപനായ, ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ ഖാലിഖുൽ അസ്യാ, ഖാലിഖുൽ അജ്സാം, ഖാലിഖുൽ അഫ്ആൽ, എല്ലാം സൃഷ്ടിക്കുന്നവനായ അല്ലാഹ്. ഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. സൃഷ്ടിക്കുന്ന പടച്ചവനും സൃഷ്ടിക്കാത്തവനും തുല്യമാണോ? ഒരിക്കലും തുല്യമാവൂല. എന്നാൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞതായി നാം കാണുന്നു, അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി, കളിമണ്ണിനാൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അവിടെ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ച് കാണാം, മുസവ്വിറു, ഞാൻ രൂപപ്പെടുത്തി തരും. കാരണം ഖൽഖ് എന്ന് പറയുന്ന ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഖൽഖ് അല്ല അവിടെ അർത്ഥം. അവിടെ രൂപപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് അവിടെയും അൽ മുസവ്വിരീൻ, രൂപപ്പെടുത്തുന്നവരിൽ ഏറ്റവും അഹ്സനായവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ അവൻ രൂപപ്പെടുന്നതാണ് ഏറ്റവും നന്നായി വരുന്നത്. ഇങ്ങനെ അവിടെയൊക്കെ പറഞ്ഞത് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഖാലിഖ്, സൃഷ്ടാവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിവുള്ളവന് മാത്രമേ ആരാധനക്കർഹതയുള്ളൂ. അതാണ് ഇസ്തിഹാഖുൽ ഇബാദ, ആരാധനക്കുള്ള അർഹത. അത് സൃഷ്ടാവിന് മാത്രമുള്ളതാണ്, അല്ലാത്തവർക്കൊന്നുമില്ല. കാരണം അല്ലാഹ് സൃഷ്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു യന്ത്രത്തിനും കഴിയില്ല, ഒരു മന്ത്രത്തിനും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല, ഒരു മരുന്നിനും കഴിയൂല, ഒരു ഉദ്യോഗസ്ഥനും കഴിയൂല, ഒരു ഭരണാധികാരിക്കും കഴിയൂല, ആരോഗ്യമുള്ളവനും കഴിയൂല, ഒരാൾക്കും ഒന്നും കഴിയൂല. എല്ലാം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. ആ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയണം. അങ്ങനെ മനസ്സ് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ചവരാണ് അല്ലാഹുവിന്റെ അംബിയാക്കൾ, മുർസലീങ്ങൾ. അവരുടെ ഡ്യൂട്ടി അതാണ്. അവർ അല്ലാഹുവിലേക്ക് ജനമനസ്സുകളെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകണം, അല്ലാഹുവിന് വിധേയപ്പെടുന്നവരാകണം, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാകണം, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകണം. ഒരു ചെറിയ പോയിന്റിൽ പോലും അല്ലാഹുവിന് തുല്യനായി ആരുമില്ല, ഒന്നുമില്ല. അവന്റെ ഒരു പ്രവൃത്തിയിലും, ഒരു ഗുണത്തിലും, ഒരു വിഷയത്തിലും, അവന്റെ ദാത്തിലും, അവന്റെ വിശേഷണങ്ങളിലും, ഒരു പോയിന്റിലും അല്ലാഹുവിന് തുല്യനായ ഒരാളുമില്ല. എല്ലാവരും അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. കുല്ലുഹും ഇബാദുൽ ലില്ലാഹ്, എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. മരുന്ന് രോഗശമനത്തിന് നിമിത്തമാണല്ലോ,
പണം നമുക്ക് പലതും കിട്ടാൻ നിമിത്തമാണല്ലോ. അതുപോലെ ഡോക്ടർ ചിലപ്പോൾ രോഗശമനത്തിന് നിമിത്തമാണല്ലോ. ആരോഗ്യം പലതും നേടിയെടുക്കാൻ നിമിത്തമാണല്ലോ. സുബ്ഹാനല്ലാഹ്, ബുദ്ധി പലപ്പോഴും വിവരം ലഭിക്കാൻ നിമിത്തമാണല്ലോ. അതുപോലെ പലതും നിമിത്തങ്ങളായി റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതിൽ നന്മയുടെ നിമിത്തങ്ങളുണ്ട്, തിന്മയുടെ നിമിത്തങ്ങളുണ്ട്. കൊറോണ വൈറസ് തിന്മയുടെ നിമിത്തമാണ്. അതുപോലെ ഏത് ഡെങ്കിപ്പനിയും ഏത് പനിയാടാലും ആ പനിക്കൊക്കെ അതിൻ്റെ അണുക്കൾ നിമിത്തങ്ങളാണ്. അത് തിന്മയുടെ നിമിത്തങ്ങളാണ്. കുഷ്ഠരോഗം, ആ കുഷ്ഠരോഗത്തിൻ്റെ അണുക്കൾ തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളായ അത്തരം രോഗാണുക്കളിൽ നിന്ന് മാറി നിൽക്കുകയെന്നത് ബുദ്ധിയാണ്. അത്തരം രോഗമുള്ളവരിൽ നിന്നും മാറി നിൽക്കുകയെന്നതും ബുദ്ധിയാണ്. അത് ബുദ്ധി മാത്രമല്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. ഫിർറ മിനൽ മജ്ദൂമി കമാ തഫിറു മിനൽ അസദി. നിങ്ങൾ കുഷ്ഠരോഗിയിൽ നിന്ന് ഓടിക്കളയണം, മാറി നിൽക്കണം, ഡിസ്റ്റൻസ് സൂക്ഷിക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നതിൻ്റെ 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം പകർച്ചവ്യാധിയുള്ളവരുമായി എന്ന തത്വം അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത വിവരം മുഖേന ഇന്നത്തെ ലോകത്തുള്ളതുപോലെ സെർച്ച് ചെയ്തു നോക്കിയിട്ടല്ല, അതേ ലാബിൽ കയറി പരിശോധിച്ചിട്ടല്ല, ചികിത്സ പ്രത്യേകം ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചിട്ടല്ല, അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന സാധാരണമായ അറിവായ വഹി മുഖേന ലഭിച്ച് ഹബീബ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുഷ്ഠരോഗിയിൽ നിന്ന് നിങ്ങൾ ഓടിക്കളയണേ, മാറി നിൽക്കണേ, ഡിസ്റ്റൻസ് സൂക്ഷിക്കണേ. കാരണം ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ വിവരം പോലെ ഒരു വിവരം കിട്ടിയ ഒരാളും ഒരു വിവരസ്ഥനും യഥാർത്ഥത്തിലില്ലല്ലോ. ഫൈന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിൽ രേഖയില്ലാത്ത ഒരറിവുമില്ലല്ലോ. ആ അറിവിൻ്റെ വിധങ്ങളുടെ അറിവിൻ്റെ ഒരു ഭാഗം മാത്രമാണല്ലോ. അവിടെയും രേഖയില്ലാത്ത അറിവുകൾ അടക്കം ലഭിച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി.